ക്ലാസിക്കൽ പെർഫോമൻസിലായിട്ട് നമ്മൾ ആദ്യം കോളേജിൽ കാണുന്നത്. അപ്പോൾ അന്നവിടെ പെർഫോമറായിരുന്നത് ഡാൻസർ എടുത്തത്. ഞാനിങ്ങനെ അല്ലെങ്കിൽ എന്തായിരിക്കും എന്നെ വിളിച്ചത്. ഞാൻ വിഷ്വൽ ആർട്ടിൽ വരയ്ക്കുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയ രണ്ട് കാര്യങ്ങൾ, ഒരുപാട് ബൈനറികളെ ഇവിടെ ചലഞ്ച് ചെയ്യുന്നുണ്ട് പെർഫോമൻസ്. ഒന്നാമത് നമ്മൾ നേരത്തെ പറഞ്ഞ സോക്കോൾ ക്ലാസിക്കൽ ഫോർമേഷൻ, അതോടൊപ്പം ഒരു കണ്ടംപററി ഡാൻസിൻ്റെ ഒരു ലാംഗ്വേജിലൂടെ ബിൽഡിങ് ഒരു സ്ഥലം ഉണ്ടാകുന്നത്. ഇതൊന്നും അതന്നെയായിരിക്കും ഇതിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ്. നമ്മുടെ ഒരു പക്ഷേ ഈ ഡാൻസ്, ഇന്ത്യൻ ഡാൻസിൻ്റെ ഒരു സമീപകാല മോഡേണൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണുമ്പോൾ സമ്പ്രദായിക പോലെ പെർഫോമൻസ് അത്തരത്തിൽ ഒരു വേറൊരു വഴിയിലേക്ക് പോയിട്ടുള്ള ആളുകളാണ്. പക്ഷെ ആ ഒരു തുടർച്ച എനിക്ക് ഈ ഒരു അത്തരത്തിൽ കാണാൻ പറ്റുന്നത്. അവർ പക്ഷെ പലതരത്തിലുള്ള പെർഫോമൻസ് എഡിഷൻസിലൂടെ ഈ പെർഫോമൻസ് പ്രാക്ടീസിനെ എന്താ പറയുക എംബോഡി ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെർഫോമൻസ് പ്രാക്ടീസാണ് നമ്മൾ കണ്ടത്. ഇതിനകത്ത് എനിക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് വാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ മ്യൂസിക്കാലിറ്റി അല്ലെങ്കിൽ റിതം നേരത്തെ സംസാരിച്ചൊരു ഹൃദയം പിടിക്കുന്ന താളമാണ് ഇങ്ങനെ. അത് വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്ന ഒരു കാര്യം, ഒരു പോസ് എന്നുള്ള പേര്. ഡാൻസ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് ആണ് നമുക്കറിയാം. അപ്പം പക്ഷേ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡാണ് പോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സംഗീതത്തിൽ നമ്മൾ പറയുന്നത് ഈ നൃത്തൽ എന്ന് പറയുന്ന സംഗതി പോലെ ഒരുപക്ഷെ ഇതെല്ലാം നമ്മൾ കാണിക്കേണ്ടത് ബോഡി എന്നുള്ള ബോഡിലി എന്തൊരു ബോഡിലി നോളജാണ് ശരിക്കും ഇത്. കാരണം ഇതിന് വേറൊരു ഇപ്പോൾ സമയസൂചികളൊക്കെ കൈകളിലേക്ക് കൈകൾ നമ്മുടെ സമയസൂചികളായിട്ട് മാറുന്നു, ടൈം വരുന്നു. അങ്ങനെ കാലത്തെ കുറിച്ചിട്ടുള്ള വേറെ ഒരു വിഷ്വലൈസേഷൻ, അതൊരു ബോഡി ആർക്കിടെക്ചറാണ് ഇവിടെ ഈ കാണാൻ പറ്റുന്നത്. എന്നുവെച്ചാൽ അതിനൊരു വിഷ്വൽ എന്താ പറയുക വിഷ്വലിലൂടെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ എനിക്ക് അറിഞ്ഞൂടെ ഇതിനൊന്നും ആയിരിക്കില്ല ഒരു വായിക്കാൻ കാണേണ്ടത്. വിഷ്വൽ ആർട്ടിസ്റ്റ് ക്ലോസ് പ്രൊണൗൺസിയർ ഓഫ് പെർഫോമൻസ്. സോ ദീസ് ഇത്തരത്തിലുള്ള ഒരു പല തരത്തിലേക്ക് പോകാവുന്ന സാധ്യതകൾ ഇതിനകത്തുണ്ട്. ഒരുപക്ഷെ ഈ നരേറ്റീവിന് പോലും ആലോചിക്കുന്നത് നമ്മൾ ഈ കോമാ സ്റ്റേജിനെ ഇപ്പോൾ അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ ഒരു സംശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ, അങ്ങനെ എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തതുമല്ല അർത്ഥമുള്ളതെന്ന് നമുക്കറിയാം. കാരണം ഒരുപാട് കാര്യങ്ങൾ ഗോപിമാർ നോക്കാനും കൂടി ഒരു പെർഫോമറുടെ ശരീരത്തിന് അർഹത തന്നെയാണ്. കാരണം എല്ലാം മനസ്സിലായിട്ടല്ല നമ്മളൊരു റിച്വൽ ആയിട്ട് കാണുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ഇമോഷണാലിറ്റി അല്ലെങ്കിൽ ഒരു ഈ പറയുന്നത് ഇന്നർ വോയിസ്, ഇന്നർ ആയിട്ടുള്ളൊരു ആന്തരികമായിട്ടുള്ള ഒരു ശക്തി ആൻഡ് ദീസ് ഓൾ വിമൻ പെർഫോമേഴ്സ് അതും ഒരു വേറെ ആഡഡ് എന്താ പറയുക ഒരു ആർട്ടിസ്റ്റിക് ക്വാളിറ്റിയാണ് എനിക്ക് പറയുന്നത്. കാരണം ഞാനതിനെ ജെൻഡർ ബയാസ് എന്ന് പറയാം, പക്ഷെ അത് കുറച്ചും കൂടെ ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു പോയിന്റ് കൊടുത്തു ഒരുപാട് കാര്യങ്ങൾ ഫീൽ ചെയ്തു. ഇങ്ങനെ ഒരു എന്താ പറയുക, പിന്നീട് നമ്മുടെ ചില സമയത്ത് മാർഷ്യൽ ആർട്ടിൻ്റെ സമയങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. സോ ഓവറോൾ ഐ വുഡ് സേ ദാറ്റ് ഇറ്റ്സ് എ ചാലഞ്ചിങ് പെർഫോമൻസ്. ഇറ്റ്സ് എ എസ്തെറ്റിക്കലി ചാർജ് പെർഫോമൻസ്. ആ രീതിയിൽ എനിക്കൊന്നും ഇതിനെ ഇനിയും യാത്ര ഉണ്ടാകട്ടെ. മാത്രമല്ല നമുക്കൊരു ലോകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു മേഖലയാണ് ഹൗ ഡു യു പെർഫോം ഡിസബിലിറ്റി. അപ്പോൾ ആ ഒരു ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ വാച്ച് എന്താ പറയുക, ഡിസേബിൾ ആളുകളുണ്ട്. പക്ഷേ ഇനാക്ട്മെന്റ് ഓഫ് ഡിസേബിലിറ്റി അത് ഇതിനകത്ത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് തോന്നുന്നു. ആൻഡ് വി വിൽ ഡിസ്കസ് ഇറ്റ് മോർ ലേറ്റർ. താങ്ക് യു സോ മച്ച്. Thank you so very much, sir, for your thoughtful words. Thank you so much. And ഇനി വേദിയിലേക്ക് കുറച്ചധികം ആളുകളെ ഒരുമിച്ച് സ്വാഗതം ചെയ്യുകയാണ്.
രമ്യയുടെ ക്ഷണം സ്വീകരിച്ച് ഇവരുടെ ഈ പെർഫോമൻസ്